തിരുവിതാംകൂർ പാർട്ട് 1 രാജ്യരൂപീകരണവും ആദ്യകാല ചരിത്രവും. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1729 മുതൽ 1758 വരെ. പഴയ പേര്. തിരുവിതാംകൂർ രൂപീകരിക്കുന്നതിന് മുൻപ് ഈ പ്രദേശം വേനാട് തൃപ്പാപ്പൂർ സ്വരൂപം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 8 വീട്ടിൽ പിള്ളമാരുടെ അടിച്ചമർത്തൽ. രാജാധികാരത്തെ ചോദ്യം ചെയ്തിരുന്ന 8 വീട്ടിൽ പിള്ളമാരെയും യോഗക്കാരെയും പൂർണ്ണമായി അടിച്ചമർത്തി മാർത്താണ്ഡവർമ്മ ഭരണം കേന്ദ്രീകരിച്ചു. കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10. വിദേശ ശക്തിയായ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം പരാജയപ്പെടുത്തി. ക്യാപ്റ്റൻ ഡിലനോയ് കുളച്ചൽ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെടുകയും പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തെ യൂറോപ്യൻ രീതിയിൽ നവീകരിക്കാൻ രാജാവ് നിയമിക്കുകയും ചെയ്ത ഡച്ച് സൈനികൻ. ഇദ്ദേഹം വലിയ യജമാനൻ എന്നറിയപ്പെട്ടു. തൃപ്പടിദാനം 1750 ജനുവരി 3. മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യം മുഴുവൻ കുലദൈവമായ ശ്രീപത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു. ശ്രീപത്മനാഭദാസൻ. തൃപ്പടിദാനത്തിനു ശേഷം ദൈവത്തിന്റെ പ്രതിനിധികളായി ശ്രീപത്മനാഭദാസൻ എന്ന പേര് സ്വീകരിച്ചാണ് രാജാക്കന്മാർ ഭരണം നടത്തിയത്. ആദ്യത്തെ ബോട്ട് സർവീസ് തിരുവനന്തപുരത്തെ ശംഖുമുഖം തീരത്തു നിന്നും കൊളച്ചിലിലേക്ക് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് കപ്പൽ ബോട്ട് സർവീസ് ആരംഭിച്ചു. ഔദ്യോഗിക നാണയം. തിരുവിതാംകൂറിലെ ഔദ്യോഗിക നാണയ വ്യവസ്ഥ ചക്രമായിരുന്നു. കാശ്, പണം എന്നിവ ഉപവിഭാഗങ്ങൾ. ധർമ്മരാജ കാർത്തിക തിരുനാൾ രാമവർമ്മ. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം വന്ന ഇദ്ദേഹം ശത്രുക്കളിൽ നിന്ന് അഭയം തേടി വന്നവർക്ക് സംരക്ഷണം നൽകിയതിനാലാണ് ധർമ്മരാജ എന്ന് വിളിക്കപ്പെട്ടത്. തലസ്ഥാന മാറ്റം. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പൂർണ്ണമായി മാറ്റിയത് ധർമ്മരാജാവിന്റെ കാലത്താണ്. നെടുങ്കോട്ട നിർമ്മാണം. ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ നിന്ന് തിരുവിതാംകൂറിനെ സംരക്ഷിക്കാൻ വടക്കൻ അതിർത്തിയിൽ നെടുങ്കോട്ട ട്രവൻകോർ ലൈൻസ് നിർമ്മിച്ചത് ധർമ്മരാജാവാണ്. വേലുത്തമ്പി ദളവ. ഭരണരംഗത്തെ അഴിമതി തുടച്ചു നീക്കാൻ കർശന നടപടികൾ സ്വീകരിച്ച പ്രധാനമന്ത്രി ദളവ. അളവുതൂക്കങ്ങൾ ഏകീകരിക്കുകയും കൃത്യമായ നികുതി വ്യവസ്ഥ കൊണ്ടുവരികയും ചെയ്തു. കുണ്ടറ വിളംബരം 1809 ജനുവരി 11. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടാൻ തിരുവിതാംകൂർ ജനതയോട് ആഹ്വാനം ചെയ്തുകൊണ്ട് വേലുത്തമ്പി ദളവ പുറപ്പെടുവിച്ച ചരിത്രപ്രസിദ്ധമായ പ്രഖ്യാപനം.